പോട്ടയിലെ ഫെഡറൽ ബാങ്കിലെ കവർച്ചയുടെ കഥ കേട്ടാൽ നമ്മൾ തകർന്നു പോകും. അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല. ഭാര്യ അയച്ചു കിട്ടിയ പണം മുഴുവൻ കൂട്ടുകാരുമായി ദൂർത്തടിച്ചു, കടമുണ്ടാക്കി, ഒരുപാട് ബാധ്യതകളായി. അങ്ങനെ ഇരിക്കെ ഭാര്യ അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നു എന്ന വിവരം അറിയിച്ചു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. വന്നാൽ ഉറപ്പായും കടം കണ്ടുപിടിക്കും. ആകെ നാണക്കേടാകും. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. പിന്നെ പണം ഉണ്ടാക്കാനുള്ള വഴികൾ തേടി. എളുപ്പത്തിൽ അയാൾ കണ്ടുപിടിച്ചത് 2.5-3 മിനിറ്റ് കൊണ്ടൊരു ബാങ്ക് കൊള്ളയടിക്കുക, പണം ആവശ്യത്തിന് പണമെടുക്കുക, രക്ഷപ്പെടുക. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:12 കയ്യിൽ കൊച്ചു പിച്ചാത്തിയുമായി ഹെൽമറ്റ് ധരിച്ച ഒരാൾ പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തുന്നത്. കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി. കത്തികാട്ടി ഉടൻ ബാങ്ക് മാനേജർ മാറി തന്നു എന്നാണ് പ്രതി പറയുന്നത്. അടിപൊളി. 3 മിനിറ്റിനുള്ളിൽ കൗണ്ടറിലുണ്ടായിരുന്ന 15 ലക്ഷം രൂപ കവർന്നു. ഇവിടെ എന്താ നടക്കുന്നത്? നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ആണെന്ന് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോകുന്നു. അയാൾ ഉപയോഗിച്ച വേറൊരു തന്ത്രമാണ്. ഹിന്ദി പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ബംഗാളി അല്ലെങ്കിൽ ഹിന്ദിക്കാരെന്ന് പറയുമല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അയാൾ നോക്കൂ, ഹിന്ദി 4 വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അത് അയാൾ പറയുന്നു ഞാൻ വളരെ ബോധപൂർവ്വം. നീ തന്നെയാ, നിനക്ക് ഇത്ര ബുദ്ധിയാ? പോലീസിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് 4 ദിവസം മുമ്പ് വർക്ക് ചെയ്യാത്തൊരു ATM കാർഡ് എടുത്ത് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ബാങ്കിലേക്ക് കയറി ചെന്ന ഒറ്റ അടയാളവും തേടിയ ആളെ തന്നെയായിരുന്നു. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. പിന്നെ അയാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങിയതിന് ശേഷം അയാൾ വഴി തിരിച്ചും മറിച്ചും റൂട്ട് ഡീവിയേറ്റ് ചെയ്തൊക്കെ പോയി. ഈ ക്ലൈമാക്സിൽ ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട്. പോലീസ് പലയിടങ്ങളിൽ വലവിരിച്ചു. അപ്പോഴും ഒരു തെളിവുമില്ലെന്ന ആശ്വാസത്തിലായിരുന്നു പോട്ട ആശാരിപ്പാറയിലെ വീട്ടിൽ റിജോ ആന്റണി. എന്നാൽ ഇന്ത്യ കണ്ട ഏറ്റവും കഴിവുറ്റ കേരള പോലീസ് ഷൂവിന്റെ അടിഭാഗത്തെ കളർ തുറുപ്പ് ചീട്ടാക്കി. വണ്ടി വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു. 3 ജോഡി ഡ്രസ്സ്, ഹെൽമറ്റ്, മങ്കി ക്യാപ്പ്, റിയർവ്യൂ മിറർ മാറ്റക്കം. ഒടുവിൽ വീട്ടിൽ കുടുംബസംഗമം നടക്കുന്നതിനിടയിൽ തന്നെ വീട് വളഞ്ഞ് അറസ്റ്റും. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. ഫസ്റ്റ് അറസ്റ്റ് ചെയ്ത സമയത്ത് പുള്ളിയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആ ഒരു ഷോക്ക്ഡായി പോയെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഷോക്ക്ഡായി പോയി. കാരണം അയാൾ പിടിക്കപ്പെടുമെന്ന് വിചാരിച്ചില്ല. എപ്പോഴും വലിയ നിലയിൽ വലിയ വീടൊക്കെ വെച്ച് നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വലിയ ആളായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.